രണ്ടാഴ്ച വള്ളത്തിൽ പോവാതെ നിങ്ങളൊക്കെ വിട്ട്. ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഇല്ലേ? മാഷ് പോണം. വലിയ ആളായി കാശൊക്കെ ആവുമ്പോ മറക്കാണ്ടിരുന്നാ മതി. അതൊന്നും പറയാൻ പറ്റൂല, ചിലപ്പോ മറന്നുപോയെന്നൊക്കെ ഇരിക്കും. ആഹാ, അങ്ങനെ മറന്നു പോയാ ഞങ്ങ വന്ന് പൊക്കിയെടുത്ത് വള്ളത്തിലിട്ടോണ്ട് പോരും. പോവാതിരിക്കാൻ ഓരോ കാരണങ്ങൾ കണ്ടുപിടിക്കുക മടിയും മാഷ്. എനിക്കിപ്പോ അതൊന്നല്ല വിഷമം. ഷൂട്ടിങ്ങിന് പോണാരെ ഞാൻ അപ്പച്ചനോട് പറഞ്ഞു. അത് കേട്ടപാടെ പുള്ളിക്ക് ആകെ വിഷമായി. കണ്ണ് നിറഞ്ഞ് എന്നെ കുറെ അനുഗ്രഹിച്ചിട്ട് നേരെ ഷാപ്പിലേക്ക് വിട്ടുണ്ട്. ആ സംഭവത്തിന് ശേഷം കൂടിയിത്തിരി കൂടിയിട്ടുണ്ട്. കെ പിയോട് പറയാം അപ്പച്ചൻ ചേട്ടനൊന്ന് ഉപദേശിക്കാൻ. കെ പി പറഞ്ഞാ കേക്കും. ആർക്കായാലും സങ്കടം ഉണ്ടാവും. 2 കൊല്ലം KPCC ഉണ്ടായിരുന്നല്ലേ നീയെ? KPCC ഉണ്ടായിരുന്ന എത്ര പേര് സിനിമയിൽ അഭിനയിച്ചു? എന്തുകൊണ്ട് ഈ അമ്പലപ്പുഴ അപ്പച്ചൻ മാത്രം സിനിമയിൽ അഭിനയിച്ചില്ല? ആലപ്പുഴ അപ്പച്ചൻ. നീ ആലപ്പുഴയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടവനല്ല, ശരിക്കും നീ കേരള അപ്പച്ചനാണ്. കേരള അപ്പച്ചൻ. ഒരു നാടകം മുഴുവനായിട്ട് കണ്ടിട്ടില്ലാത്ത മോഹന സിനിമ നടനായി. സഹിക്കാൻ പറ്റില്ല, ആർക്കും സഹിക്കാൻ പറ്റില്ല. മോഹന സിനിമ നടനാവുന്നതിൽ എനിക്ക് സങ്കടം ഇല്ല കെ പി. അവൻ നമ്മുടെ ഇറക്കണല്ലേ, ഞാൻ അവനെ എല്ലാം പഠിപ്പിക്കും. എന്റെ നവരസങ്ങളും മുഴുവൻ ഞാൻ അവന് കൊടുക്കും. കൊടുക്കരുത്. നവരസങ്ങൾ കൊടുത്താ പിന്നെ നീ നാടകത്തിലൊക്കെ അഭിനയിക്കും. അപ്പച്ചന് ഇനി നാടകമില്ല, സിനിമയില്ല. എന്നാ ഒഴി നവരസങ്ങൾ മുഴുവൻ കൊടുക്കും. എനിക്ക് യോഗമില്ലാന്ന് പറഞ്ഞാൽ മതിയല്ലോ. അല്ലെ പിന്നെ സിനിമാക്കാർ ഇവിടെ വരുമ്പോഴേക്കും എന്റെ അച്ഛൻ ആശുപത്രിയിലാക്കുമായിരുന്നു. എന്തിനാണ് അങ്ങനെ തെങ്ങി കയറിയത്? കൈ നീട്ടിട്ട് കാശിട്ടാണ്ടായപ്പോ കള്ളൂറ്റാൻ വേണ്ടി തെങ്ങ കയറിയതാ. തെങ്ങിന്റെ മുകളിൽ നിന്ന് കുറെ മോന്തിയപ്പോ തോന്നി ഇരിക്കുന്നത് ഷാപ്പിലെ ബെഞ്ചിലാന്ന്. എണീറ്റ് ഒറ്റ നടത്തം ദേ കിടക്കണ താഴെ. ഇപ്പൊ ഫുള്ള് പ്ലാസ്റ്ററൊക്കെ ഇട്ടിട്ട് സ്പൈഡർമാനെ പോലെ കട്ടിലിൽ കിടപ്പുണ്ട്. ആരും കണ്ടാലും ചിരിച്ചു പോട്ടാ. ഉപദേശിക്കാൻ പോയ ആള് പാമ്പായിട്ട് വരുന്നുണ്ടല്ലോ. എന്താ കെ പി ഇത്? ഇവന്റെ സങ്കടം കണ്ടിട്ടുള്ള സങ്കടമാ അതാ. എനിക്ക് സങ്കടമൊന്നുമില്ല. ഇപ്പൊ ഇവനാ എന്റെ പ്രതീക്ഷ. ഇനി ഞാൻ ഇവനിലൂടെ അറിയപ്പെടും. ഇന്നു മുതൽ ഞാനാ നിന്റെ ഗുരുനാഥൻ. അഭിനയത്തിന്റെ എല്ലാ വശങ്ങളും ഞാൻ ഇവനെ പഠിപ്പിച്ചു കൊടുക്കും. എനിക്കൊന്നും അറിഞ്ഞൂടാ. അപ്പച്ചേട്ടൻ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നെ. അത് ഞാൻ ഏട്ടടാ. നിനക്ക് പ്രേമിക്കാൻ അറിയാവോ? അറിയാവോന്ന്? എനിക്കെന്നെ പുറത്ത് കാണിക്കാന്ന് പറഞ്ഞൂടാ. മോനെ മോനെ, നിന്റെ പ്രായത്തിലുള്ള കഥാപാത്രങ്ങൾക്ക് മെയിൻ ആയിട്ട് ലവ് സീനുകളായിരിക്കും ഉണ്ടാവുക. ആടാനും പാടാനും ഒക്കെ പഠിക്കണം. അത് സാരമില്ല, ഞാൻ പഠിപ്പിച്ചു തരാം. ഉദാഹരണത്തിന് താമരയാണ് നിന്റെ നായിക എന്ന് വിചാരിക്കും. അയ്യോ ഞാനാ? നീ ചുമ്മാ നിന്ന് കൊടുക്കാവും, പഠിക്കട്ടെ. നീ അവിടെ പോയി നിന്നെ. ഇനി പ്രണയപൂർവ്വം ഇവളുടെ കണ്ണുകളിലേക്ക് നോക്കി മെല്ലെ ഒന്ന് നടന്നേ. അത് ഞാൻ കാണിച്ചുതരാം. നീ ഇങ്ങോട്ട് മാറി നിൽക്കേ. നീ ഒന്ന് ചെയ്തേ. എനിക്ക് ചമ്മല. ശരി, ഇത്ര അടുപ്പുള്ള ഇവളുടെ അടുത്ത് നിനക്ക് ചമ്മലാണെങ്കിൽ ഒരു പരിചയമില്ലാത്ത പെണ്ണിന്റെ കൂടി ഇവൻ എങ്ങനെ അഭിനയിക്കും? അപ്പച്ചാ, ഇവനെ ലവിന്റെ ബേസിക് ലെസൺ തൊട്ട് പറഞ്ഞു കൊടുത്താലേ കാര്യങ്ങൾ മനസ്സിലാവും. മോനെ, നമുക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ മുഖം ദർശിക്കുമ്പോ നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നമ്മൾ അറിയാതെ വരുന്ന ഒരു ആന്തലില്ലേ, ആ ആന്തലിൽ ചിലർക്ക് കവിത വരും, ചിലർക്ക് സംഗീതം വരും. ഇപ്പോ മനസ്സിൽ അനുരാഗം അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു സങ്കല്പിക്കുക.